വികസനത്തിന് തൃശൂർ മേയർ MK വർഗീസ് നേതൃത്വം നൽകിയാൽ BJP പിന്തുണയ്ക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. നിലവിൽ രാഷ്ട്രീയ പിന്തുണ മേയർക്ക് ആവശ്യമില്ല. വികസനത്തെ പിന്തുണയ്ക്കുന്ന മേയർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കം പരിഹാസ്യമാണ്. സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങളെയാണ് മേയർ ശ്ലാഘിച്ചതെന്നും MT രമേശ് പറഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളെയാണ് മേയർ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ഒരു പാർട്ടിയല്ല BJP. തൃശ്ശൂർ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ നേതൃത്വം നൽകിയാൽ അതിന് സഹായകരമായ നിലപാട് BJPയുടെ ഭാഗത്തുണ്ടാകും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയം വേറെയാണ്. ഇവിടെ CPMൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നഗരസഭയിൽ നടക്കുന്ന അഴിമതിക്കും ഇവിടുത്തെ വികസനമില്ലായ്മയ്ക്കും എതിരായിട്ടൊക്കെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയാതീതമായി പരിശ്രമിക്കാൻ നേതൃത്വം നൽകിയാൽ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ കേന്ദ്രമന്ത്രിയുടെ രാഷ്ട്രീയ അല്ലല്ലോ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പറയുന്നത് അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. അത് വികസനത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കാനും വേണ്ടിയുള്ള പരിശ്രമമാണ്. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയോ ചിലത് കേൾക്കുന്നുണ്ടല്ലോ ജെയ്സൺ. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിന് മുമ്പും അനുകൂലിച്ച് സംസാരിച്ച് ഈ മേയർ CPയുടെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷേ അന്നും മേയർ ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും മേയറും സുരേഷ് ഗോപിയും തമ്മിലൊരു അന്തർധാര സജീവമായിട്ടുണ്ട്. ആ അന്തർധാര ബാഹ്യധാരയായി വരികയും ചെയ്തു. ചില കാര്യങ്ങൾ ഞാൻ തുറന്നങ്ങ് ചോദിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ മേയർ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആ ചോദ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളും അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരും നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും നടത്താത്തവരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ തൃശ്ശൂർ ഒരു രാഷ്ട്രീയ പരീക്ഷണ ശാലയായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പുതിയ രാഷ്ട്രീയം കടന്നു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴിയായി തൃശ്ശൂർ മാറുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. പഞ്ചായത്ത് വാർഡുകളിൽ ഒതുങ്ങി നിന്നിരുന്ന BJP ലോകസഭയിലേക്ക് കടന്നത് തൃശ്ശൂർ വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടനാഴി എന്ന പദം പ്രധാനമായി ഉപയോഗിച്ചത്. അതിലെല്ലാ കോമ്പിനേഷനും ഉണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിം വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ഇതുവരെ BJPക്ക് ലഭിക്കാത്ത എല്ലാ ചേരുവകളും ചേർന്ന ഒരു കടന്നുവരവാണ് BJP നടത്തിയത്. മാത്രമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും വൻ ഭൂരിപക്ഷം നേടുക എന്നത് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്ന ഒന്നായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണശാലയായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞു. ആ പരീക്ഷണശാലയിൽ വീണ്ടും ഒരു പരീക്ഷണം കൂടി നടക്കുന്നുവെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതും ഇടത് മുന്നണി ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിലെ അവരെ നയിക്കുന്ന മേയറെ പോലും BJPയിലേക്ക് എത്തും എന്ന രീതിയിൽ ശക്തമായ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അത് അതീവ ശക്തമാണ് ആ അഭ്യൂഹം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിനുമെല്ലാം മുന്നിൽ നിൽക്കുന്നത് വികസനം എന്ന ഒരു അജണ്ടയാണ്. ആ വികസനം എന്ന വാക്ക് മുൻനിർത്തി രാഷ്ട്രീയത്തിലേക്ക് BJP രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ അവർക്ക് ഒരു പരിധിവരെ കഴിയുന്നു. അതിന്റെ പ്രതികരണം ഇന്നലെ നമ്മൾ ആളുകളിൽ നിന്ന് പ്രതികരണം തേടിയപ്പോൾ എന്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചുകൂടാ എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ ജനങ്ങളിൽ നിന്ന് വരുന്നത്. അതായത് മറ്റ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിന്റെ വികസനമാണ് പ്രധാനമായും ജനങ്ങൾ നോക്കുന്നത്. ആ വികസന അജണ്ട മുൻനിർത്തിയാണ് ഇപ്പോൾ BJP വലിയ നേതാക്കളെയും ചെറിയ നേതാക്കളെയും ഭരണത്തിലിരിക്കുന്ന മറ്റു മുന്നണികളിലെ ആളുകളെയും തേടുന്നത്. പക്ഷേ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ പ്രവചനാതീതമാണ് ഇക്കാര്യം. വരുന്ന വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരുപാട് മാറ്റങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന കാര്യം തർക്കമില്ല. അതിൽ മേയർ BJPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ BJPയുടെ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ വരുന്ന 2 വർഷം തൃശ്ശൂരിൽ എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നീക്കങ്ങളൊക്കെ ചില സൂചനകളാണ് എന്നുള്ളതാണ്. ഇതിൽ CPക്ക് കടുത്ത അതൃപ്തി ഉണ്ടല്ലോ ജെയ്സൺ. പക്ഷേ ഈ CPയുടെ അതൃപ്തി തള്ളിക്കളഞ്ഞ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ ഭാഗമായ ഒരു മേയർ സുരേഷ് ഗോപിയെ പിന്തുണച്ചെത്തുന്നു. ആ മേയർക്ക് അനുകൂലമായിട്ട് BJP എത്തുന്നു. നല്ല കാര്യം ചെയ്താൽ പിന്തുണയ്ക്കണം എന്നൊരു നിലപാടിലേക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയം മാറുന്നുണ്ടല്ലേ? തൃശ്ശൂരിലെ രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയമോ രാഷ്ട്രീയ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പുതിയ ആശയ സംഹിതകൾ കടന്നു വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു ജെയ്സൺ, താങ്ക് യു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില സൂചനകൾ അതിലുണ്ട്. അത് പ്രേക്ഷകർ വായിച്ചെടുക്കുക. എന്താണെന്നുള്ളത് നമുക്ക്